ബൈ ദി പവർ ഓഫ് ഗ്രേസ്കൾ ഐ ഹാവ് ദ പവർ. ഈ ഒരു ഒറ്റ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്കാലത്തെ ആ പഴയ TV സ്ക്രീനിലേക്ക് മനസ്സോടിയെത്തുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്. 1980കളിലെ ഒരു വൻ തരംഗമായിരുന്ന ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. കളിപ്പാട്ട നിർമ്മാണ രംഗത്തെ പ്രമുഖരായ മാറ്റൽ കമ്പനി അതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു വിപണന തന്ത്രമാണ് ഹീമാന് വേണ്ടി പുറത്തെടുത്തത്. സാധാരണയായി ഒരു സിനിമയോ കാർട്ടൂണോ ഹിറ്റായ ശേഷമാണ് അതിനെ അടിസ്ഥാനമാക്കി കളിപ്പാട്ടങ്ങൾ ഇറക്കാറുള്ളത്. എന്നാൽ മാറ്റൽ ഈ രീതി പാടെ മാറ്റിമറിച്ചു. അവർ ആദ്യം അതിമനോഹരമായ കളിപ്പാട്ടങ്ങൾ വിപണിയിലേക്ക് ഇറക്കി. അതിനുശേഷമാണ് കുട്ടികളിലേക്ക് ഫിലിമേഷൻ എന്ന ആനിമേഷൻ സ്റ്റുഡിയോയെ കൊണ്ട് ഒരു കാർട്ടൂൺ പരമ്പര നിർമ്മിക്കുന്നത്. സ്കൂൾ സമയം കഴിഞ്ഞ് വീട്ടിലെത്തുന്ന കുട്ടികളുടെ മുന്നിലേക്ക് ഈ കാർട്ടൂൺ എത്തിയതോടെ കളിപ്പാട്ടങ്ങളുടെ വിൽപ്പന കുതിച്ചുയർന്നു. നന്മയുടെ പ്രതീകമായ പ്രിൻസ് ആഡമും തിന്മയുടെ ശക്തിയായ സ്കെലിറ്റനും തമ്മിലുള്ള പോരാട്ടം കുട്ടികൾക്ക് പുതിയ ഭാവനാ ലോകം സമ്മാനിച്ചപ്പോൾ മാറ്റൽ കമ്പനി ഈ ഒരൊറ്റ ഫ്രാഞ്ചൈസിലൂടെ $100 കോടിയിലധികം വരുമാനമാണ് കൊയ്തത്. എന്നാൽ എല്ലാം നന്നായി പോകുമ്പോഴാണ് കളിപ്പാട്ട വിപണിയിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കൂടുതൽ മികച്ച സാങ്കേതിക വിദ്യയും സങ്കീർണമായ രൂപമാറ്റങ്ങളുമായി ട്രാൻസ്ഫോമേഴ്സും G.I. ജോയും വിപണി പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെ ഹീമാന്റെ പഴയ മസിൽമാൻ രൂപങ്ങൾ കുട്ടികൾക്ക് ആവർത്തന വിരസമായി തോന്നി തുടങ്ങി. ഇതിനിടയിലാണ് മാറ്റൽ കമ്പനിക്ക് സ്വന്തം തീരുമാനങ്ങൾ തന്നെ വിനയാകുന്നത്. കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെ വർഷാവസാന ബോണസ് വിപണിയിലേക്ക് കയറ്റി അയക്കുന്ന കളിപ്പാട്ടങ്ങളുടെ എണ്ണത്തെ ആശ്രയിച്ചായിരുന്നു. ബോണസ് തുക വർദ്ധിപ്പിക്കാനായി അവർ കളിപ്പാട്ടങ്ങൾ അമിതമായി വിപണിയിലേക്ക് ഇറങ്ങി. യൂറോപ്യൻ വിപണിയിലും കടകളും ഹീമാൻ കളിപ്പാട്ടങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ അവയുടെ മൂല്യം ഇടിഞ്ഞു. വ്യാപാരികൾ മറ്റ് ബ്രാൻഡുകളിലേക്ക് മാറുകയും കൂടി ചെയ്തതോടെ ആ വൻ കളിപ്പാട്ട സാമ്രാജ്യം ദയനീയമായി തകർന്നടിഞ്ഞു. കഥകൾ ആവർത്തന വിരസമായതോടെ കാർട്ടൂൺ പരമ്പരയും കൃത്യമായൊരു ക്ലൈമാക്സ് പോലും ഇല്ലാതെ പെട്ടെന്നങ്ങ് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ എറ്റേണിയയിലെ ആ നായകൻ വീണ്ടും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നിക്കോളാസ് ഗാലിറ്റ്സിൻ പ്രിൻസ് ആഡമായി വേഷമിടുന്ന പുതിയ ലൈവ് ആക്ഷൻ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് സിനിമ 2026 ജൂൺ 5 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇദ്രിസ് എൽബ, അലിസൺ ബ്രീ തുടങ്ങിയ വൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. ചിത്രത്തിന്റെ ഔദ്യോഗിക മലയാളം പതിപ്പിൽ ഹീമാന് ശബ്ദം നൽകിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രിയ കോമിക് കഥാപാത്രമായ ഹീമാന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ.